സപ്ലൈകോയ്ക്കായി ആവശ്യ സാധനങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക വരുത്തി സംസ്ഥാന സർക്കാർ 464 കോടി രൂപയുടെ കുടിശ്ശികയാണ് സപ്ലൈകോ വിതരണക്കാർക്ക് നൽകാനുള്ളത്. 128 കോടിയോളം രൂപയാണ് നെൽകർഷകർക്ക് നൽകാനുള്ളത്. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. ഓണം ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷങ്ങൾക്ക് പോലും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നില്ല. അവശ്യ സാധനങ്ങളില്ലാതെ കാലിയായ വിൽപ്പനശാലകളാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയായതോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നുമായില്ലെന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. 464 കോടി രൂപയുടെ കുടിശ്ശികയാണ് അവശ്യ സാധനങ്ങൾ നൽകിയതിൽ വിതരണക്കാർക്ക് സപ്ലൈകോ വരുത്തിയിരിക്കുന്നത്. ഇതോടെ വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. ഇതേ അവസ്ഥയാണ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചതിലും നിലനിൽക്കുന്നത്. 128 കോടിയോളം രൂപ കർഷകർക്ക് കുടിശ്ശികയാണ്. നിലവിൽ ഇത് എന്ന് നൽകാനാകുമെന്ന് സർക്കാരിന് വ്യക്തതയില്ല. ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം തുടരുമ്പോഴാണ് അവശ്യ സാധനങ്ങൾ വാങ്ങിയതിന്റെ പണം പോലും സർക്കാർ നൽകാതിരിക്കുന്നത്. ഇത് കാരണം ദുരിതത്തിലാകുന്നത് പാവം സാധാരണക്കാരും. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.